അമ്മുമ്മ കഥകൾ. ആനയും തയ്യൽക്കാരനും. ഒരിക്കൽ ഒരിടത്തൊരു വലിയ കാടുണ്ടായിരുന്നു. ആ കാടിന്റെ അടുത്ത് ഒരു ചെറിയ ഗ്രാമം ഉണ്ടായിരുന്നു. ആ ഗ്രാമത്തിൽ ഗജേന്ദ്രൻ എന്നു പേരായ ഒരു ആനയുണ്ടായിരുന്നു. എല്ലാവരും അവനെ ഗജൻ എന്നായിരുന്നു വിളിച്ചിരുന്നത്. ഗജൻ വലിയതായിരുന്നു, പക്ഷെ അവന്റെ മനസ്സ് വളരെ മൃദുവായിരുന്നു. ഒരു പാവമായിരുന്നു ഗജൻ. ചെറിയ പക്ഷികൾ മരത്തിൽ നിന്ന് വീണാൽ അവൻ തുമ്പിക്കൈ കൊണ്ട് പതുക്കെ എടുത്ത് സഹായിക്കും. വഴിതെറ്റിയ മുയലുകളെ കാട്ടിലെ വഴിയൊക്കെ കാണിച്ചു കൊടുക്കും. കുളത്തിൽ നിന്ന് വെള്ളം കുടിക്കാൻ വരുന്ന ചെറിയ മൃഗങ്ങളെ ഒന്നും അവൻ പേടിപ്പിക്കുകയില്ല. ഗ്രാമത്തിലെ ആളുകൾക്കും ഗജനെ വളരെ ഇഷ്ടമായിരുന്നു. എല്ലാ രാവിലെയും ഗജൻ കാട്ടിൽ നിന്ന് ഗ്രാമത്തിലേക്ക് പതുക്കെ നടക്കും. ഗ്രാമവഴിയിലൂടെ പോകുമ്പോൾ കുട്ടികൾ സന്തോഷത്തോടെ വിളിക്കും, ദേ ഗജൻ വന്നു, ഗജൻ വന്നു. ഗജൻ തുമ്പിക്കൈ ഉയർത്തി കുട്ടികളെ അഭിവാദ്യം ചെയ്യും. ചിലപ്പോൾ കുട്ടികൾ അവന് വാഴപ്പഴം കൊടുക്കും, ചിലപ്പോൾ വയസ്സായ അമ്മൂമ്മമാർ തേങ്ങയോ പഴങ്ങളോ കൊടുക്കും. ഗ്രാമത്തിന്റെ നടുവിൽ ഒരു ചെറിയ തയ്യൽക്കട ഉണ്ടായിരുന്നു. ആ കടയിൽ രാമു എന്ന തയ്യൽക്കാരൻ ജോലി ചെയ്തിരുന്നു. രാമു ഷർട്ടുകളും മുണ്ടുകളും ചെറിയ കുട്ടികളുടെ വസ്ത്രങ്ങളൊക്കെ തയ്ക്കും. കടയുടെ മുന്നിൽ എപ്പോഴും നിറമുള്ള തുണികളും നൂലുകളും ഒക്കെ തൂങ്ങിക്കിടക്കും. ഗജൻ ദിവസവും ആ കടയുടെ മുന്നിലൂടെ പോകും. രാമു ആദ്യം ഗജനെ കണ്ടപ്പോൾ അല്പം പേടിച്ചു. പക്ഷെ ഗജൻ വളരെ ശാന്തനാണെന്ന് മനസ്സിലായപ്പോൾ അവൻ ആനയെ ഇഷ്ടമായി. ഒരു ദിവസം രാമു ഒരു പഴം എടുത്ത് ഗജന് കൊടുത്തു. എടുക്കൂ ഗജ, രാമു പറഞ്ഞു. ഗജൻ സന്തോഷത്തോടെ തുമ്പിക്കൈ നീട്ടി പഴം വാങ്ങി കഴിച്ചു. പിന്നെ നന്ദി പറയുന്നത് പോലെ തലകുനിച്ചു. അന്നു മുതൽ ഗജനും രാമുവും നല്ല കൂട്ടുകാരായി. എല്ലാ ദിവസവും ഗജൻ തയ്യൽക്കടയുടെ മുന്നിലെത്തും. രാമു അവൻ എന്തെങ്കിലും കൊടുക്കും. ചിലപ്പോൾ വാഴപ്പഴം, അല്ലെങ്കിൽ തേങ്ങാ കഷ്ണം, അല്ലെങ്കിൽ കരിമ്പ്. ഗജൻ ഒരിക്കലും രാമുവിനെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. കടയുടെ മുന്നിൽ ശാന്തമായി നിൽക്കും. ഭക്ഷണം കിട്ടിയാൽ സന്തോഷത്തോടെ തുമ്പിക്കൈ ഉയർത്തും. പിന്നെ കുളത്തിനരികിലേക്ക് പോകും. ഗ്രാമത്തിലെ കുട്ടികൾ ഈ സൗഹൃദം കണ്ട് സന്തോഷിച്ചു. ആനയും തയ്യൽക്കാരനും നല്ല കൂട്ടുകാർ, അവർ പറയും. ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം രാവിലെ രാമുവിന്റെ മനസ്സ് അല്പം മോശമായിരുന്നു. തലവേദനയും ഉണ്ടായിരുന്നു. കടയിൽ ജോലി കൂടുതലായിരുന്നു. ചില ആളുകളൊക്കെ വന്ന് വസ്ത്രങ്ങൾ ഉടൻ വേണമെന്ന് പറഞ്ഞ് അവനെ ധൃതി പിടിപ്പിച്ചു. അപ്പോഴാണ് പതിവ് പോലെ ഗജൻ കടയുടെ മുന്നിലെത്തിയത്. ഗജൻ പതുക്കെ തുമ്പിക്കൈ നീട്ടി. ഇന്ന് എന്തെങ്കിലും കിട്ടുമോ എന്ന പോലെ രാമുവിനെ നോക്കി. പക്ഷെ രാമു ക്ഷീണവും കോപവും കൊണ്ട് ചിന്തിക്കാതെ പെരുമാറി. ഇന്നൊന്നുമില്ല, പോ, അവൻ കടുപ്പമായി പറഞ്ഞു. ഗജൻ അല്പം പിന്നോട്ടു മാറി. പക്ഷെ അവൻ കോപിച്ചില്ല. അവൻ വീണ്ടും ശാന്തമായി നോക്കി. അപ്പോൾ രാമുവിന്റെ കയ്യിൽ ഒരു സൂചി ഉണ്ടായിരുന്നു. തമാശയായി ചെയ്യുന്നത് പോലെ, പക്ഷെ തെറ്റായ രീതിയിൽ രാമു സൂചി കൊണ്ട് ഗജന്റെ തുമ്പിക്കൈ ചെറുതായി കുത്തി. പോ എന്ന് പറഞ്ഞില്ലേ, രാമു പറഞ്ഞു. ഗജന് വേദനിച്ചു. അവൻ തുമ്പിക്കൈ പിന്നിലേക്ക് വലിച്ചു. അവന്റെ കണ്ണുകളിൽ ദുഃഖം നിറഞ്ഞു. ഞാൻ എന്റെ സുഹൃത്തിന്റെ അടുത്തല്ലേ വന്നത് എന്ന പോലെ അവൻ രാമുവിനെ നോക്കി. ഗ്രാമത്തിലെ കുട്ടികൾ ഇത് കണ്ടു വിഷമിച്ചു. രാമു ചേട്ടാ, ഗജനെ കുത്തേണ്ടിയിരുന്നില്ല, ഒരു കുട്ടി പറഞ്ഞു. പക്ഷെ രാമു അപ്പോൾ തന്റെ തെറ്റു മനസ്സിലാക്കിയില്ല. അവൻ വീണ്ടും ജോലിയിലേക്ക് തിരിഞ്ഞു. ഗജൻ ശാന്തമായി അവിടെ നിന്ന് നടന്നുപോയി. അവൻ കുളത്തിനരികിലേക്ക് പോയി. വെള്ളത്തിൽ തുമ്പിക്കൈ കഴുകി. വേദന വളരെ വലുതൊന്നും ആയിരുന്നില്ല, പക്ഷേ മനസ്സിലെ വേദനയായിരുന്നു കൂടുതൽ. ഞാൻ രാമുവിനെ വിശ്വസിച്ചു, അവൻ എന്നെ വേദനിപ്പിച്ചു, ഗജൻ ദുഃഖത്തോടെ ചിന്തിച്ചു. അവിടെ കുളത്തിനരികിൽ ചെളി നിറഞ്ഞ വെള്ളമുണ്ടായിരുന്നു. ഗജൻ കുറച്ചു നേരം വെള്ളത്തിലേക്ക് നോക്കി നിന്നു. പിന്നെ അവന്റെ മനസ്സിലൊരു ചിന്ത വന്നു. ഞാൻ അവനെ വേദനിപ്പിക്കില്ല, പക്ഷേ
അവന്റെ തെറ്റവൻ മനസ്സിലാക്കണം. ഗജൻ തന്റെ തുമ്പിക്കൈയിൽ ചെളിവെള്ളം നിറച്ചു. പിന്നെ പതുക്കെ ഗ്രാമത്തിലേക്ക് മടങ്ങി. തയ്യൽ കടയുടെ മുന്നിൽ രാമു ഇപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നിറമുള്ള വസ്ത്രങ്ങൾ കടയുടെ മുന്നിൽ തൂങ്ങിക്കിടപ്പുണ്ടായിരുന്നു. പുതിയതായി തയ്ച്ച ഷർട്ടുകളും തുണികളും മേശപ്പുറത്ത് വിരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഗജൻ കടയുടെ മുന്നിൽ നിന്നു. രാമു തല ഉയർത്തി നോക്കി. "നീ വീണ്ടും വന്നോ?" അവൻ ചോദിച്ചു. ഗജൻ ഒന്നും പറഞ്ഞില്ല. അവൻ തുമ്പിക്കൈ ഉയർത്തി. അടുത്ത നിമിഷം ഗജൻ തുമ്പിക്കൈയിലെ ചെളിവെള്ളം കടയ്ക്കുള്ളിലേക്ക് തളിച്ചു. ക്ലിപ്പ്! ചെളിവെള്ളം മേശപ്പുറത്തുള്ള തുണികളിലും കടയുടെ നിലത്തും വീണു. പിന്നെ രാമുവിന്റെ ദേഹത്തേക്കും ചെളിവെള്ളം വീണു. ചില വസ്ത്രങ്ങൾ മലിനമായി. രാമു ഞെട്ടിപ്പോയി. "അയ്യോ, എന്റെ തുണികൾ!" രാമു വിളിച്ചു. ഗ്രാമത്തിലെ ആളുകൾ ഓടി വന്നു. കുട്ടികളും ചുറ്റും കൂടി. അവർ ഗജനെ നോക്കി. ഗജൻ കോപത്തോടെയല്ല, ദുഃഖത്തോടെയായിരുന്നു നിന്നിരുന്നത്. ഒരു വയസ്സായ ആള് പറഞ്ഞു, "രാമു, ഗജൻ വെറുതെ ഇങ്ങനെ ചെയ്യില്ല. നീ അവനോട് എന്തെങ്കിലും തെറ്റ് ചെയ്തോ?" രാമുവിന്റെ മുഖം താഴ്ന്നു. അവന് രാവിലെ നടന്ന സംഭവം ഓർമ്മ വന്നു. ഗജൻ രാവിലെ പഴത്തിനു വേണ്ടി വന്നപ്പോൾ ഞാൻ കോപത്തോടെ പോയെന്ന് പറഞ്ഞതും സൂചി കൊണ്ട് കുത്തിയതും എല്ലാം രാമുവിന് ഓർമ്മ വന്നു. രാമുവിന്റെ മനസ്സിൽ ലജ്ജ നിറഞ്ഞു. "അതെ, തെറ്റ് എന്റെയാണ്," അവൻ മൃദുവായി പറഞ്ഞു. അവൻ കടയിൽ നിന്ന് പുറത്തു വന്നു. ഗജന്റെ മുന്നിൽ നിന്നു. "ഗജ, എന്നോട് ക്ഷമിക്കില്ലേ? ഞാൻ കോപത്തിൽ തെറ്റായി പെരുമാറി. നീ എന്നെ വിശ്വസിച്ചു വന്നപ്പോൾ ഞാൻ നിന്നെ വേദനിപ്പിച്ചു," രാമു പറഞ്ഞു. ഗജൻ ശാന്തമായി അവനെ നോക്കി. രാമു കടയിൽ നിന്ന് കുറച്ച് പഴങ്ങളും കരിമ്പും കൊണ്ടുവന്നു. അവൻ ഗജന്റെ മുന്നിൽ വെച്ചു. "ഇതാ, കഴിക്കൂ ഗജ. എന്നോട് ക്ഷമിക്കൂ. ഇനി ഒരിക്കലും ഞാൻ നിന്നെ വേദനിപ്പിക്കില്ല," രാമു പറഞ്ഞു. ഗജൻ പതുക്കെ തുമ്പിക്കൈ നീട്ടി. ആദ്യം രാമുവിന്റെ കൈ ഒന്ന് സ്പർശിച്ചു. പിന്നെ പഴങ്ങൾ എടുത്തു. അവൻ രാമുവിനെ ക്ഷമിച്ചതുപോലെ തലകുനിച്ചു. ഗ്രാമത്തിലെ കുട്ടികൾ സന്തോഷത്തോടെ കൈയടിച്ചു. ഗജൻ രാമുച്ചേട്ടനോട് ക്ഷമിച്ചല്ലോ, അവര് പറഞ്ഞു. രാമു അന്ന് വലിയൊരു പാഠം പഠിച്ചു. അവൻ മലിനമായ തുണികൾ കഴുകി കട വൃത്തിയാക്കി. ജോലി അധികമായിരുന്നെങ്കിലും മനസ്സ് ശാന്തമായിരുന്നു. അടുത്ത ദിവസം രാവിലെ ഗജൻ വീണ്ടും ഗ്രാമവഴിയിലൂടെ വന്നു. രാമു കടയുടെ മുന്നിൽ കാത്തു നിന്നിരുന്നു. അവന്റെ കയ്യിൽ നല്ല മധുരമുള്ള വാഴപ്പഴമുണ്ടായിരുന്നു. "ഗജ, ഇന്നു മുതൽ നമ്മുടെ സൗഹൃദം പഴയതിലും നല്ലതാകട്ടെ," രാമു പറഞ്ഞു. ഗജൻ സന്തോഷത്തോടെ തുമ്പിക്കൈ ഉയർത്തി. അന്നു മുതൽ രാമു ഒരിക്കലും മൃഗങ്ങളെ വേദനിപ്പിച്ചിട്ടില്ല. ആരോടും കോപത്തിൽ പെരുമാറിയതുമില്ല. കാരണം ചെറിയൊരു കോപം പോലും ഒരു സൗഹൃദത്തെ വേദനിപ്പിക്കുമെന്ന് അവന് മനസ്സിലായി. ഗജനും രാമുവും വീണ്ടും നല്ല കൂട്ടുകാരായി. ഗജൻ കടയുടെ മുന്നിലൂടെ പോകുമ്പോൾ രാമു അവന് പഴം കൊടുക്കും. ഗജൻ നന്ദിയോടെ തലകുനിക്കും. കുട്ടികൾ ആ സൗഹൃദം കണ്ട് സന്തോഷിക്കും. ഗ്രാമത്തിലെ മുതിർന്നവർ കുട്ടികളോട് പലപ്പോഴും പറയും, നമ്മെ വിശ്വസിക്കുന്നവരെ വേദനിപ്പിക്കരുത്. സ്നേഹത്തോടെ പെരുമാറിയാൽ സൗഹൃദം വളരും. തെറ്റ് ചെയ്താൽ ക്ഷമ ചോദിക്കാൻ അറിയണം. ഗജനും രാമുവും ആ ഗ്രാമത്തിന് നല്ലൊരു പാഠമായി. കുഞ്ഞുസുകളെ, നമ്മെ വിശ്വസിക്കുന്നവരെ വേദനിപ്പിക്കരുതേ. കോപത്തിൽ ചെയ്യുന്ന തെറ്റ് സൗഹൃദത്തെ മുറിവേൽപ്പിക്കും. തെറ്റ് മനസ്സിലായാൽ ക്ഷമ ചോദിക്കണം, ക്ഷമിക്കാനും പഠിക്കണം. എങ്കിൽ വേറൊരു കഥയുമായി പിന്നെ കാണാം. ബൈ ബൈ.